ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് 1000 ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ പാർട്ട് 1 ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 40 ചോദ്യങ്ങളാണ്. ഇത് വരുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എക്സാംസിനും എല്ലാം നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകം ദേശീയ സ്മാരക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച വർഷം, അല്ലെങ്കിൽ തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം 1958 തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകം സ്ഥാപിക്കപ്പെട്ടത്. ഉഷ്ണകാലത്ത് ഗംഗാസമുദ്രത്തിൽ വീശുന്ന ചൂടുകാറ്റാണ് ലൂ. ലൂ ആണ് ഉഷ്ണകാലത്ത് ഗംഗാസമുദ്രത്തിൽ വീശുന്ന ചൂടുകാറ്റ്. പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ്? മുദ്രപ്പുഴയിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. നബാർഡിന്റെ പൂർണ്ണ രൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ പൂർണ്ണ രൂപം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഗോൾഡൻ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചണം ആണ്. ഗോൾഡൻ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് സുപ്രീം കോടതി ഏത് കേസിലാണ് പ്രസ്താവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലക്ഷൻ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി. ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. സാമ്പത്തിക ജനാധിപത്യം ഇല്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണ് എന്ന് വിശ്വസിച്ചത് അംബേദ്കർ ആണ്. സാമ്പത്തിക ജനാധിപത്യം ഇല്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണ് എന്ന് വിശ്വസിച്ചത് അംബേദ്കർ ആണ്. അടുത്തത്, ഗാന്ധിജി ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം ഏതാണ്? 1932 ഗാന്ധിജി ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഐക്യം, വിശ്വാസം, ത്യാഗം എന്നിവയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഐക്യം, വിശ്വാസം, ത്യാഗം. പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ആണ്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം വെട്ടിക്കുറച്ചത്. മുനിസിപ്പാലിറ്റിയിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ 243 മുനിസിപ്പാലിറ്റിയിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നത് 243 സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിൽ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് 1857 കലാപത്തിനു ശേഷം ഉണ്ടായ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ആണ്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിലെ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത്. അടുത്തത്, ഹിമാലയൻ പർവ്വതനിരകളുടെ രൂപീകരണത്തിന് കാരണം ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് ഹിമാലയൻ പർവ്വതനിരകളുടെ രൂപീകരണത്തിന് കാരണം. ഏത് ധനകാര്യ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത്? 11ാം ധനകാര്യ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത്. ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണ് എന്ന് ഞാൻ കരുതുന്നു. ആരുടെ അഭിപ്രായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബേദ്കറിന്റെ അഭിപ്രായമാണ്. ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണ് എന്ന് കരുതുന്നത്. സർക്കാരിയ കമ്മീഷന്റെ ചെയർമാൻ, ഓപ്ഷനകത്ത് ഫുൾ ഓഫ് സർക്കാരിയ ആയിരിക്കും തരുന്നത്, രഞ്ജിത്ത് സിംഗ് സർക്കാരിയ എന്ന് ഓർത്ത് വെച്ചേക്കണം. ഇന്ദിരാഗാന്ധിയുടെ ടൈമിലാണ് സർക്കാരിയ കമ്മീഷനെ നിയമിച്ചത്, രഞ്ജിത്ത് സിംഗ് സർക്കാരിയ. സംസ്ഥാന സർക്കാരിന്റെ നിയമ ഉപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ ആണ് സംസ്ഥാന സർക്കാരിന്റെ നിയമ ഉപദേശകൻ. അടുത്തത്, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 നിലവിൽ വന്നത് ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കി
ആർട്ടിക്കിൾ 15(3) അടിസ്ഥാനമാക്കിയാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 നിലവിൽ വന്നത്. ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 15(3). എൽ ചന്ദ്രകുമാർ കേസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട കേസസ് ആണ് എൽ ചന്ദ്രകുമാർ കേസ്. 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്താണ് സെയിം ക്വസ്റ്റ്യൻസ്. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ 0 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ആരോഗ്യ കിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ. കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡിന്റെ സ്വീകാര്യമായ അളവെന്ന് പറഞ്ഞത് 1 ലിറ്ററിൽ 1 മില്ലിഗ്രാം എന്നാണ്. 1 മില്ലിഗ്രാം പെർ ലിറ്റർ എന്നതാണ് ഒരു കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡിന്റെ സ്വീകാര്യമായ അളവ്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം 2024 നമ്മുടെ നാട് നമ്മുടെ ഭാവി എന്നതാണ് ലോക പരിസ്ഥിതി ദിനം 2024 തീം എന്നത്. അടുത്തത് ലണ്ടനും പാരീസും എന്ന യാത്രാ വിവരണ ഗ്രന്ഥം GP പിള്ളയുടേതാണ്. ലണ്ടനും പാരീസും എന്ന യാത്രാ വിവരണ ഗ്രന്ഥം. റോമ യാത്ര എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് മാർ തോമസ് കുര്യാളശ്ശേരി ആണ്. റോമ യാത്ര എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് മാർ തോമസ് കുര്യാളശ്ശേരി. അന്തരീക്ഷത്തില് താഴത്തെ ഭാഗം, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 90 കിലോമീറ്റർ വരെയുള്ള ആ ഒരു അന്തരീക്ഷത്തിന്റെ ഏരിയാസിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമോസ്ഫിയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഹോമോസ്ഫിയർ എന്ന പേരിലാണ് 90 കിലോമീറ്റർ വരെയുള്ള ഭാഗം അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ടോപ്പോഗ്രാഫിക് മാപ്പ് നിർമ്മിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ടോപ്പോഗ്രാഫിക് മാപ്പ് നിർമ്മിക്കുന്നത്. മില്യൺ ഷീറ്റ് സ്കെയിലിന്റെ തോത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:10 lakhs എന്നിട്ടുള്ള രീതിയിലാണ് മില്യൺ ഷീറ്റിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഷീറ്റുമായി തന്നെ ബന്ധപ്പെട്ടാണ്. 1:50K അതായത് 1:50,000 സ്കെയിലിൽ കോണ്ടൂർ ഇടവേള എത്ര മീറ്റർ അകലെയായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 മീറ്റർ ആണ്. കോണ്ടൂർ ഇടവേള 20 മീറ്ററിലാണ് 1:50K എന്ന് പറഞ്ഞിരിക്കുന്ന സ്കെയിലിൽ കോണ്ടൂർ ഇടവേള അടയാളപ്പെടുത്തുന്നത് 20 മീറ്ററിലായിട്ടാണ്. പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാപൂർ കണ്ടി അണക്കെട്ട് ഏത് നദിയിലാണ്? രവി നദിയിലാണ് ഷാപൂർ കണ്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റ് സോഷ്യലിസം എന്ന പദം ഉപയോഗിച്ചത് ഓസ്കാർ ലാങ് ആണ്. മാർക്കറ്റ് സോഷ്യലിസം എന്ന പദം ഉപയോഗിച്ചത് ഓസ്കാർ ലാങ്. മാർക്കറ്റ് സോഷ്യലിസത്തിന്റെ ആദ്യ പരീക്ഷണം ആണ് തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയം മാർക്കറ്റ് സോഷ്യലിസത്തിന്റെ ആദ്യ പരീക്ഷണം ആണ്. പൊതുമേഖലാ ബിസിനസ് അവരുടെ സ്റ്റോക്കിന്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് വിറ്റുകൊണ്ട് സ്വകാര്യവൽക്കരിക്കുന്നതിന് പറയുന്ന പേര് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപം പിൻവലിക്കൽ എന്നാണ്. പൊതുമേഖലാ ബിസിനസ് അവരുടെ സ്റ്റോക്കിന്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് വിറ്റുകൊണ്ട് സ്വകാര്യവൽക്കരിക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. റിപ്പോ എന്ന പദത്തിന്റെ അർത്ഥം റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ് റിപ്പോ എന്ന പദത്തിന്റെ അർത്ഥം. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് നൽകുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് നൽകുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. കേൽക്കർ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ 2000 എന്ന് പറയുന്നത് രാജ്യവ്യാപകമായി GST എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ച ടാസ്ക് ഫോഴ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൽക്കർ ടാസ്ക് ഫോഴ്സ് എന്ന കാര്യം ഓർത്തിച്ചേതാണ്. കേൽക്കർ ടാസ്ക് ഫോഴ്സ്. ദേശീയ താൽപര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 249 ആണ്. ദേശീയ താൽപര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 249 ആണ്. ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്നുവരെ എന്ന പുസ്തകം എഴുതിയത് അശ്വബീർ ഗസ്ബിയെ ആണ്. അശ്വബീർ ഗസ്ബിയെ ആണ് ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്നുവരെ എന്ന പുസ്തകം എഴുതിയത്. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ 40 ചോദ്യങ്ങളാണ്. ടോട്ടൽ ഒരു 1000+ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്ന് പഠിച്ചു പോകാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. നമുക്ക് ഇതിന്റെ എല്ലാം കണക്റ്റഡ് പോയിന്റ്സ് പറയുന്ന ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്തിട്ടുള്ള ബാച്ചസ് അവൈലബിൾ ആണ്. 3 ടൈം ആയിരിക്കും ക്ലാസ്. 10:30, 12 PM ആൻഡ് 7 PM മൺഡേ ടു ഫ്രൈഡേ വരെ ആയിരിക്കും എല്ലാ ദിവസവും. അതുപോലെ തന്നെ സക്സസ് ആയിട്ടുള്ള
അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോൺഫിഡൻസ് ഒക്കെ ഇല്ലാത്തവർക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഒക്കെ ഇതിനോടൊപ്പം അവൈലബിൾ ആയിരിക്കും. കൂടാതെ 6 months ആയിരിക്കും ഈ ഒരു ക്രാഷ്. ഇപ്പൊ ഏകദേശം നമുക്കൊരു ഏപ്രിൽ മെയ് മാസത്തോട് കൂടിയിട്ട് ഇതിന്റെ എക്സാം ഉണ്ടാവുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് എക്സാമിനും SBCID എല്ലാ ഡിഗ്രി പ്രിലിംസിനും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാം വരെ ആയിരിക്കും, പ്രിലിംസ് എക്സാം വരെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ നമുക്ക് 999 ആണ് ഓഫർ പ്രൈസിൽ റൺ ചെയ്തിരിക്കുന്നത്. ലൈവ് സെഷന്റെ ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റത്തില്ലെങ്കിൽ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ PDF അവൈലബിൾ ആയിരിക്കും. ടീച്ച്മെന്റ് ആപ്പിലായിരിക്കും ക്ലാസ്സസ് വരുന്നത്. ഇപ്പൊ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക. കാര്യം കുറെ ക്ലാസ്സസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കൂടുതലും NCERT ഓറിയന്റ് ചെയ്തിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും NCERT കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഡീപ് ലെവൽ ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തികച്ചും 100% യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സസ് ആണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. 10th ലെവലും ഉണ്ട്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് അതും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.